അതായത് നമ്മൾ വിദേശത്തേക്ക് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കോടി രൂപയുടെ സാധനം എക്സ്പോർട്ട് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഇത് വാങ്ങിക്കുന്നത് മറ്റൊരു രാജ്യത്തുള്ള ഒരു വ്യക്തിയാണ്. അവർ നമുക്ക് ഇങ്ങോട്ട് പണം തരുന്നു. 1 കോടി രൂപയ്ക്ക് തുല്യമായ വിദേശ നാണയം നമുക്ക് ഇങ്ങോട്ട് തരുന്നു, അതായത് ഡോളർ നമുക്ക് ഇങ്ങോട്ട് തരുന്നു. അപ്പോൾ ഡോളർ തരുമ്പോൾ ഈ ഡോളർ നമ്മുടെ രാജ്യത്തേക്കാണ് വരുന്നത്. നമ്മൾ വീണ്ടും ഈ നമുക്ക് കിട്ടിയ 1 കോടി രൂപയിൽ നിന്ന് നമ്മളത് വീണ്ടും ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് പുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്നു, വീണ്ടും കയറ്റി അയക്കുന്നു. ഒന്ന് ഓർക്കുക, വിദേശത്തുനിന്ന് ഇങ്ങോട്ട് വന്നത് ഡോളറാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഡോളർ കിട്ടി, നമ്മളത് ഇന്ത്യൻ രൂപയിലാണ് എടുത്ത് ചെലവാക്കുകയും ചെയ്തത്. അതായത് നമ്മുടെ രാജ്യത്തിന് പലതരത്തിലുള്ള വ്യാപാര വ്യവസായ ആവശ്യങ്ങൾക്ക് ഡോളർ ആവശ്യമാണ്, അഥവാ വിദേശ നാണയം ആവശ്യമാണ്. അങ്ങനെ രാജ്യത്തിന് വിദേശ നാണയം കൊണ്ടുവന്ന് കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് രാജ്യത്തിന് സഹായകരമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ടാക്സ് ഫ്രീ മാത്രമല്ല മറ്റു പല ആനുകൂല്യങ്ങളും നമ്മുടെ രാജ്യം നമുക്ക് തരുന്നത്.